നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വർഷങ്ങളായി സൗദി ജയിലിൽ കഴിയുന്ന മലയാളിയായ അബ്ദുൾ റഹീം ഉടൻ തന്നെ ജയിൽ മോചിതനായേക്കും. ദിയാധനം വാങ്ങി അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയുള്ള അനുരഞ്ജന കരാറിൽ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും അഭിഭാഷകർ തമ്മിലുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ദയാധനം സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കരാർ. ഇതോടെ അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനം താമസിയാതെ ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെയായിരുന്നു ഇരു വിഭാഗവും ഗവർണറേറ്റിലെത്തി ഉദ്യോഗസ്ഥർ സാക്ഷിയായി കരാറിൽ ഒപ്പുവെച്ചത്. എംബസി ഉദ്യോഗസ്ഥർക്കൊപ്പം റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവൂരും ഗവർണറേറ്റിൽ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലെത്തിയ മോചനത്തിനായുള്ള ദിയാധനമായ 34 കോടി രൂപയ്ക്ക് തുല്യമായ സൗദി റിയാലിന്റെ ചെക്ക് റിയാദ് ഗവർണറേറ്റിന് കൈമാറിയിട്ടുണ്ട്. ഇനി കോടതി നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതോടെയായിരിക്കും ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റഹീമിന്റെ മോചനം സാധ്യമാകുക. അനുരഞ്ജന കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞതിനാൽ ഇനി കോടതി നിർദ്ദേശം അനുസരിച്ച് ഒറിജിനൽ ചെക്ക് ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിലോ കോടതിയിലോ സമർപ്പിക്കും. ഇതോടെ രേഖാമൂലമുള്ള എല്ലാ നടപടികളും അവസാനിക്കും. തുടർന്ന് കോടതി നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും മോചനവുമായി ബന്ധപ്പെട്ട അടുത്ത നീക്കം. എല്ലാ രേഖകളും പരിശോധിച്ചായിരിക്കും കോടതി സിറ്റിംഗിന് സമയം അനുവദിക്കുക. കോടതി സമയം അനുവദിക്കുന്ന ദിവസം വധശിക്ഷ റദ്ദ് ചെയ്യലും മോചനവും ഉൾപ്പെടെയുള്ള വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. സൗദി പൗരന്റെ മകൻ അനസ് അൽ ഷഹരി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുൾ റഹീമിനെ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. 2006 നവംബർ 28-ന് 26-ാം വയസ്സിലാണ് അബ്ദുൾ റഹീം ഹൌസ് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയത്. അന്നേ വർഷം ഡിസംബർ 24-നാണ് കേസിനാസ്പദമായ ഈ സംഭവം ഉണ്ടായത്. സ്പോൺസർ ഫായിസ് അബ്ദുൾ റഹ്മാൻ അൽ ഷഹരിയുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി. തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അനസ്. ഭക്ഷണവും വെള്ളവും എല്ലാം നൽകിയിരുന്നത് കഴുത്തിൽ പ്രത്യേകമായി ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു. സംഭവ ദിവസം അനസിനെയും കൂട്ടി റഹീം വാനിൽ റിയാദ് ഷിഫയിലെ വീട്ടിൽ നിന്ന് അസീസിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവേ സുവൈദിയിലെ ട്രാഫിക് സിഗ്നലിൽ പ്രകോപനമൊന്നുമില്ലാതെ അനസ് വഴക്കിട്ടു. ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്ത് പോകാൻ അനസ് ബഹളം വെക്കുകയായിരുന്നു. നിയമലംഘനം നടത്താനാവില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ അബ്ദുൾ റഹീം വാഹനവുമായി അടുത്ത സിഗ്നലിൽ എത്തിയപ്പോൾ അനസ് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങി. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അനസ് റഹീമിന്റെ മുഖത്ത് തുപ്പി. തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടുകയായിരുന്നു. ഇതോടെ കുട്ടി ബോധരഹിതനാവുകയും മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇതോടെയാണ് റഹീമിനെതിരെ കുടുംബം തിരിയുന്നത്. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു. അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു. ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് 15 മില്യൺ റിയാൽ, അതായത് 34 കോടി രൂപ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം സമ്മതിച്ചത്. 18 വർഷത്തിനിടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും തന്നെ അബ്ദുൾ റഹീമിനെ കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും അബ്ദുൾ റഹീമിന്റെ മോചനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും.